അതെ, അതായത് സജി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു നിയന്ത്രണ മാർഗരേഖ അത് തയ്യാറാക്കി സമർപ്പിക്കാം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഈ ഒരു ടിക്കറ്റ് നിരക്ക് കുറയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ പ്രവാസി സമൂഹത്തിന്? തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഇടപെടലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന് ശക്തമായൊരു മാർഗനിർദ്ദേശം കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് ഗുണകരമാകും. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവാസികളുടെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഡംബര യാത്രയല്ല. നമ്മുടെ കുടുംബജീവിതത്തിന്റെ അതിന്റെ ഒരു അനിവാര്യതയായിട്ടാണ് ഈ യാത്രകളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കേവലം 3.5 മണിക്കൂർ കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് തീർച്ചയായിട്ടും ന്യായമായ രീതിയിലുള്ള ഒരു പ്രൈസിംഗ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉത്സവകാലമായാലും പെരുന്നാളായാലും അല്ലെങ്കിൽ അതുപോലുള്ള ഏത് അവസരത്തിലാണെങ്കിലും ഒരേ നിരക്ക് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനും ഒന്നിനും യാതൊരുവിധ തടസ്സവുമില്ല. മറ്റൊന്നുകൂടി പറയുവാനുള്ളത്, നമ്മളിപ്പോ ഒരു അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകണം, ഒരു അടിയന്തര ആവശ്യം, അതായത് ഒരു മരണമോ അതുപോലെ ഒരു ആശുപത്രി ആവശ്യമോ ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും പ്രവാസികൾ നട്ടം തിരിയുകയാണ് ഇവിടെ. കാരണം ഇവിടെ നമുക്ക് പൈസ ചോദിക്കാനായിട്ട് ഇവിടെ ആളുകളില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആളുകൾ വന്നിരിക്കുന്നത്. അല്ലാതെ നാട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കാൻ തയ്യാറാവില്ല. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അവരെ ചേർത്ത് നിർത്തേണ്ട, അവരെ കരുതലോടുകൂടി കാത്ത് അല്ലെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരുകളുടെ, നമ്മുടെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വളരെ വ്യക്തമാണ്. ശ്രീ സജി ഉതുപ്പാൻ, എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. പ്രവാസി സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ആശ്വാസമുണ്ട്, അത് ഭാവിക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്.